ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഗാസ സമാധാന ഉടമ്പടിയുടെ 2ാം ഘട്ടം നടപ്പാക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അധ്യക്ഷതയിൽ സമാധാന സമിതിക്ക് രൂപം നൽകിയത്. 60 രാജ്യങ്ങളെയാണ് ഈ സമിതിയിൽ ചേരാൻ ട്രംപ് ക്ഷണിച്ചത്. പാകിസ്ഥാൻ അടക്കം 20 രാജ്യങ്ങൾ ഈ സമിതിയിൽ ചേരാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ പോലെയുള്ള രാഷ്ട്രങ്ങളെ ഈ സമിതിയിൽ അംഗമാകാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട്. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ പാർട്ടിയും ഈ സഖ്യത്തിൽ പാകിസ്ഥാൻ ചേരുന്നതിനോട് യോജിക്കുന്നില്ല. അസർബൈജാൻ, ഈജിപ്ത്, UAE തുടങ്ങി താരതമ്യേന ചെറിയ രാജ്യങ്ങളാണ് ട്രംപിനെ സമ്മതം അറിയിച്ചത്. ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ റഷ്യയും ഇന്ത്യയുമുണ്ട്. റഷ്യ ഈ സമിതിയിൽ ചേരാൻ ഇടയില്ല. ഇന്ത്യ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഒരു സംഘടന രൂപീകരിക്കാനാണ് ട്രംപിൻ്റെ നീക്കം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയതിനെ തുടർന്നാണ് മുടങ്ങിക്കിടന്ന ചർച്ചകൾ വീണ്ടും ആരംഭിച്ചത്. ഈ ചർച്ചകളിൽ രൂപപ്പെട്ട ധാരണകളുമായി ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫും മരുമകൻ ജോസ് കുഷ്ണറും മോസ്കോയിലെത്തി ചർച്ചകൾ നടത്തി. ഇതേ തുടർന്നാണ് അബുദാബിയിൽ വെച്ച് അമേരിക്ക, റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ പങ്കെടുത്ത ത്രികക്ഷി ചർച്ചകൾ നടന്നത്. ഈ ചർച്ചകൾ വലിയ വിജയമായിരുന്നു എന്നാണ് ഉക്രൈനും അമേരിക്കയും അവകാശപ്പെടുന്നത്. നിരവധി പ്രശ്നങ്ങളിൽ ധാരണയായി എന്നാണ് ഉക്രൈനും അമേരിക്കയും അവകാശപ്പെട്ടത്. ചില പ്രദേശങ്ങളുടെ കൈമാറ്റത്തിൽ ധാരണയായിട്ടില്ല എന്നാണ് സെലൻസ്കി മാധ്യമങ്ങളെ അറിയിച്ചത്. ഉക്രൈനിൻ്റെ 20% പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ സംഘർഷം അവസാനിക്കില്ല. സംസ്ഥാന ബഡ്ജറ്റിന് മുമ്പുള്ള നയപ്രഖ്യാപനം മന്ത്രിസഭ പാസാക്കിയാണ് നിയമസഭയിൽ അവതരിപ്പിക്കാനായി ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണകക്ഷികൾ വ്യത്യസ്തമാകുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗം വലിയ വിവാദമാകുന്നത് പതിവായിരിക്കുന്നു. ഈ വർഷവും കേരളം, തമിഴ്നാട്, കർണാടകം തുടങ്ങിയ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വിവാദമായി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ മന്ത്രിസഭ പാസാക്കുന്ന കാര്യങ്ങൾ തിരുത്താൻ രാഷ്ട്രപതി നിയമിക്കുന്ന ഗവർണർക്ക് ഭരണഘടന അധികാരം നൽകുന്നുണ്ടോ എന്നതാണ് കാതലായ ചോദ്യം. മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് ഗവർണർ ഭരിക്കണം എന്നാണ് ഭരണഘടനയിലെ 163 വകുപ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭരണഘടന ഗവർണർക്ക് നൽകുന്ന പരിമിതമായ വിവേചനാധികാരം വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾ മാനിക്കണം എന്ന് പല പ്രാവശ്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മധ്യേഷ്യയിൽ നാവികസേനാ അഭ്യാസങ്ങൾക്കായി അമേരിക്ക തയ്യാറെടുക്കുന്നു.
ഈ മേഖലയിലേക്ക് നീങ്ങാൻ പല പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾക്കും സൈനിക മേധാവികൾ നിർദ്ദേശം നൽകി. ഏതു പ്രതിസന്ധിയെയും നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാനിൽ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്നത് തുടർന്നാൽ ഇറാനെ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകിയ മുന്നറിയിപ്പിൻ്റെയും ഇപ്പോഴത്തെ നാവികസേനാ അഭ്യാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നാണ് പലരും ഭയപ്പെടുന്നത്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പോകാൻ അമേരിക്കൻ വിമാനങ്ങളെ അനുവദിക്കില്ല എന്ന് അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യയും UAEയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും മധ്യേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ തകർക്കുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ ചർച്ചയ്ക്കുള്ള സാധ്യത പൂർണ്ണമായും ഇരുകൂട്ടരും ഉപേക്ഷിച്ചിട്ടില്ല. കാനഡയും ചൈനയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെച്ചു. കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കനോള എണ്ണയുടെ ചുങ്കം ഗണ്യമായി കുറയ്ക്കാൻ ചൈനയും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ വലിയ കുറവ് വരുത്താൻ കാനഡയും തീരുമാനിച്ചു. അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായി കാനഡ മാറണം എന്ന് ട്രംപ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് അമേരിക്കയിൽ നിന്നും അകലാൻ കാനഡ തീരുമാനിച്ചത്. തങ്ങളുടെ വ്യാപാര എതിരാളിയായ ചൈനയുമായി അയൽ രാജ്യമായ കാനഡ വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ ഉത്കണ്ഠയോടെയാണ് അമേരിക്ക കാണുന്നത്. അധികം താമസിയാതെ ചൈന കാനഡയെ വിഴുങ്ങും എന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യ പ്രതികരണം. ഒരു പങ്കാളിയെ മാത്രം ആശ്രയിച്ചുള്ള വ്യാപാരം അവസാനിപ്പിച്ചതായി സാമ്പത്തിക ഉച്ചകോടിയിൽ കാനഡയുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. വലിയ രാജ്യങ്ങൾ അധീശത്വം പുലർത്തുന്ന കാലം കഴിഞ്ഞതായും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. പേരു പറഞ്ഞില്ലെങ്കിലും അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് സൂചന. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾക്കും ഈ കരാർ ബാധകമാണ്. ഇരു രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്ന 97% ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തില്ല. 2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകളെ തുടർന്നാണ് ഈ കരാറിലെത്താൻ ഇരുകൂട്ടരും തീരുമാനിച്ചത്. കരാർ പൂർണ്ണരൂപത്തിൽ നടപ്പിലാകാൻ 1 വർഷമെങ്കിലും വേണ്ടിവരും. ഇന്ത്യൻ പാർലമെന്റിൻ്റെയും യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൻ്റെയും അംഗീകാരം ലഭിക്കണം. വലിയ ഒരു നേട്ടമായിട്ടാണ് ഇരുകൂട്ടരും ഈ കരാറിനെ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ താരിഫ് വർധനവ് അന്താരാഷ്ട്ര വ്യാപാരത്തിന് വലിയ വെല്ലുവിളിയായി തുടരുന്ന സാഹചര്യത്തിലാണ് ലോകത്തിലെ 2 വലിയ സാമ്പത്തിക ശക്തികൾ സ്വതന്ത്ര വ്യാപാരം അനുവദിക്കാൻ തീരുമാനിച്ചത്. അമേരിക്ക, ചൈന തുടങ്ങിയ വൻ ശക്തികളെ ഒഴിവാക്കി അന്താരാഷ്ട്ര വ്യാപാര മേഖല രൂപപ്പെടുകയാണ്. ഈ നീക്കം ലോക സാമ്പത്തിക ക്രമത്തിനു തന്നെ മാറ്റമുണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2021 ഭരണം താലിബാന് കൈമാറിയതിനു ശേഷമാണ് അമേരിക്കൻ സൈനികർ നാട്ടിലേക്ക് മടങ്ങിപ്പോയത്. ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ താലിബാൻ രൂപീകരിച്ച രാജ്യവുമായി പല രാഷ്ട്രങ്ങളും ബന്ധപ്പെടുന്നു എങ്കിലും അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ച ഏക രാഷ്ട്രം റഷ്യയാണ്. കാലഹരണപ്പെട്ട മതാധിഷ്ഠ നിയമങ്ങൾ പിന്തുടരുന്നതിൻ്റെ പേരിലാണ് ലോകരാഷ്ട്രങ്ങൾ അഫ്ഗാനിസ്ഥാനെ ബഹിഷ്കരിക്കുന്നത്. ക്രിമിനൽ കുറ്റകൃത്യങ്ങളും
വിചാരണയും സംബന്ധിച്ചുള്ള ഭരണകൂടത്തിൻ്റെ സമീപനം വ്യക്തമാക്കുന്ന ഒരു പുസ്തകം കഴിഞ്ഞ മാസം താലിബാൻ ഭരണകൂടം പ്രസിദ്ധീകരിച്ചു. പൗരന്മാരെ 4 വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഏറ്റവും മുകളിലായി മതപണ്ഡിതന്മാരാണ്. ഇവരുടെ മേൽ നിയന്ത്രണങ്ങളില്ല. ഇവർ പറയുന്നതാണ് നിയമം. ലോകം പണ്ടേ തിരസ്കരിച്ച അടിമത്ത വ്യവസ്ഥിതിയെ പുതിയ നിയമം വിലക്കുന്നില്ല. പൗരാവകാശങ്ങളോ നിയമവാഴ്ചയോ താലിബാൻ അംഗീകരിക്കുന്നില്ല. മതത്തിൻ്റെ കണ്ണുകളിലൂടെ തെറ്റും ശരിയും കാണാനാണ് ശ്രമിക്കുന്നത്. തെരുവുനായി പരിപാലനത്തിൽ സംസ്ഥാനങ്ങൾ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ച മൂലം ഇന്ത്യയിലുടനീളം തെരുവുനായ്ക്കളുടെ എണ്ണം മാത്രമല്ല, കടിയേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതായി സുപ്രീം കോടതി കണ്ടെത്തി. തെരുവുനായ്ക്കൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. വിവേചനമില്ലാതെ തെരുവുനായ്ക്കളെ കൊല്ലുന്നത് പ്രശ്നം പരിഹരിക്കില്ല എന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. തെരുവിൽ നിന്നും നായ്ക്കളെ പിടികൂടി വന്ധീകരിക്കുകയും പ്രതിരോധ കുത്തിവയ്പ് നൽകുകയും ചെയ്തതിനു ശേഷം പുനരധിവസിപ്പിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. സാമ്പത്തിക ബാധ്യതയും പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടുന്ന ഹർജികളാണ് കോടതി പരിഗണിച്ചത്. തെരുവുനായ് ശല്യം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തി എന്നത് ഇത് ഒരു ദേശീയ വിഷയമായി വളർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചത് 2025 ഒക്ടോബറിലാണ്. 1ാം ഘട്ടം പൂർത്തിയായി എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള തിരക്കിലാണ് ട്രംപും കൂട്ടാളികളും. 1ാം ഘട്ടത്തിൽ തങ്ങളുടെ പക്കലുള്ള മുഴുവൻ തടവുകാരെയും പരസ്പരം കൈമാറാമെന്ന് ഇസ്രായേലും ഹമാസും സമ്മതിച്ചിരുന്നതാണ്. മുഴുവൻ ഇസ്രായേലി തടവുകാരെയും ഹമാസ് കൈമാറിയിട്ടില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ആക്ഷേപം. യുദ്ധകാലത്ത് ഗാസയിൽ നിന്നും റാഫായിൽ അഭയം തേടിയ പാലസ്തീനികളെ ഗാസയിലേക്ക് മടങ്ങി വരാൻ ഇസ്രായേലി സൈനികർ അനുവദിക്കുന്നില്ല. ഗാസ നഗരം ഇപ്പോഴും ഇസ്രായേലി സൈനികരുടെ നിയന്ത്രണത്തിലാണ്. വെടിവയ്പ് അവസാനിച്ചു എങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെടിവയ്പ് നടക്കുന്നു. വെടിനിർത്തലിനു ശേഷം 500ഓളം പാലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുദ്ധം അവസാനിച്ചു എങ്കിലും പാലസ്തീനികൾക്ക് സ്വതന്ത്രമായി തങ്ങളുടെ നാട്ടിൽ കയറാൻ കഴിയുന്നില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ചൈന സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനായി ഇളവുകൾ നൽകാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. 2018 ശേഷം ആദ്യമായിട്ടാണ് ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത്. ചൈനയുമായി UK ബന്ധം സ്ഥാപിക്കുന്നതിനെ വലിയ അപകടമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഡിസംബറിലും മറ്റൊരു സഖ്യകക്ഷിയായ കാനഡയുടെ പ്രധാനമന്ത്രി ജനുവരിയിലും ചൈന സന്ദർശിച്ചു. 3 നേതാക്കന്മാരും ചൈനയുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തുടങ്ങിവച്ച താരിഫ് വർധനവ് ചർച്ചകൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ പങ്കാളികളായ 3 കക്ഷികൾ ചൈനയുമായി അടുക്കുന്നതിലെ അപകടം
അമേരിക്ക തിരിച്ചറിയും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.